പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്ന് WWE മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടത്തിയ ഒരു ലൈവ് ഇവൻറ്റിന് ഇടയിൽ WWE ഹോൾ ഓഫ് ഫെയിമറും റോ ബ്രാൻഡിലെ നിലവിലെ ആക്റ്റീവ് റെസ്ലർമാരിൽ ഒരാളായ റെയ് മിസ്റ്റീരിയോയുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. ആക്റ്റീവ് റോസ്റ്റർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും റെയ് മിസ്റ്റീരിയോ ഇഞ്ചുറി മൂലം നിലവിൽ മാറി നിൽക്കുകയാണ്. റെയ് മിസ്റ്റീരിയോയുടെ മെയിൻ റോസ്റ്ററിലേക്കുള്ള റിട്ടേണിനെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു അപ്ഡേറ്റ് ഒന്നും നിലവിൽ ലഭിക്കുന്നില്ലെങ്കിലും അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ലൈവ് ഇവൻറ്റുകളിലൊക്കെ ജസ്റ്റ് ഒരു അപ്പിയറൻസ് നടത്തിയൊരു സെഗ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിതാ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടത്തിയ ലൈവ് ഇവൻറ്റിലും റെയ് മിസ്റ്റീരിയോ ഒരു മെക്സിക്കൻ റെസ്ലർ ആയതുകൊണ്ട് തന്നെ, അദ്ദേഹം ഒരു ലൂച്ചാഡോർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സെഗ്മെൻറ്റിനുള്ള ഒരു സമയം കൊടുത്തു. റെയ് മിസ്റ്റീരിയോയുടെ റോ എപ്പിസോഡിലേക്കുള്ള റിട്ടേണിന് എത്ര കൂട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട്, റെയ് മിസ്റ്റീരിയോയുടെ എത്ര കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റും ഇതേ ലൈവ് ഇവൻറ്റിൽ നടന്ന മെയിൻ ഇവൻറ്റിൻ്റെ മത്സരത്തെ സംബന്ധിച്ചാണ്. പെൻഡ എന്ന റെസ്ലർ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ എന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് പെൻഡ നടത്തിയ ഒരു എൻട്രൻസ് ഉണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റോ എപ്പിസോഡുകളിൽ ഇതുവരെ പെൻഡ എന്ന റെസ്ലറിന് കൊടുക്കാത്ത ഒരു ഗ്രാൻഡ് എൻട്രൻസ് ആണ് ഒരു ലൈവ് ഇവൻറ്റിൽ മെക്സിക്കോ എന്ന രാജ്യത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം പെൻഡ എന്ന് പറയുന്ന റെസ്ലർ ഒരു മെക്സിക്കൻ ലൂച്ചാഡോർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു എൻട്രൻസ് ഇന്ന് കൊടുത്തത്. എന്തായാലും ആ ഒരു എൻട്രൻസ് അതിഗംഭീരമാണ്, അതിമനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പെൻഡ എന്ന് പറയുന്ന റെസ്ലറിൽ നമ്മൾക്ക് ഇതുവരെ കാണാൻ സാധിക്കാത്ത ഒരു എൻട്രൻസ് ആയിരുന്നു. ഗുന്തർ പെൻഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പെൻഡ എന്ന് പറയുന്ന റെസ്ലറാണ് ലൈവ് ഇവൻറ്റുകളിൽ നിലവിൽ ഗുന്തറിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്നത്. മാസ്ക് ഊരുന്ന പോലെയൊക്കെ കാണിച്ചിട്ടാണ് എല്ലാ ലൈവ് ഇവൻറ്റുകളിലും ഗുന്തർ പിൻഫോളിലൂടെ പെൻഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ മത്സരങ്ങളിൽ റിട്ടേൺ ചെയ്യുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറായ WWE ഹോൾ ഓഫ് ഫെയിമർ ദി അണ്ടർടേക്കർ WWE റിലേറ്റ് ചെയ്യപ്പെടാത്ത ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓൺ സ്ക്രീനിൽ വന്നില്ലെങ്കിലും ബാക്ക് സ്റ്റേജിൽ ഒരു അപ്പിയറൻസ് ട്രിപ്പിൾ എ എന്ന് പറയുന്ന പ്രൊമോഷന് വേണ്ടിയിട്ട് ദി അണ്ടർടേക്കർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ട്രിപ്പിൾ എയുടെ വുമൻസ് ചാമ്പ്യൻ്റെ കൂടെ ദി അണ്ടർടേക്കർ നിൽക്കുന്ന ഒരു ഫോട്ടോയും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനിയെ WWE വാങ്ങി എന്നുള്ളത് നിങ്ങളിൽ പല കൂട്ടുകാർക്കും അറിയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്നാൽ പോലും WWE മെയിൻ റോസ്റ്ററിലെ റെസ്ലേഴ്സൊന്നും ട്രിപ്പിൾ എ പ്രൊമോഷൻ്റെ ഷോസിൽ പോയിട്ട് പങ്കെടുത്തിട്ടില്ല. നെക്സ്റ്റിൽ നിന്നുള്ള ചില താരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ടോപ്പായിട്ട് നിൽക്കുന്ന താരങ്ങളൊന്നും അങ്ങനെ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദി അണ്ടർടേക്കർ ട്രിപ്പിൾ എയുടെ വീക്ക്ലി എപ്പിസോഡ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ബാക്ക് സ്റ്റേജിൽ ചെന്നത് എന്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു അപ്ഡേറ്റ് അറിയാൻ ഇനിയും ബാക്കിയുണ്ട്. അവിടെയുള്ള യങ് ടാലൻസിന് ഒരു അഡ്വൈസ് കൊടുക്കാനോ അവർക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കൊടുക്കാനോ വേണ്ടിയിട്ടായിരിക്കാം ദി അണ്ടർടേക്കറിൻ്റെ അപ്പിയറൻസ് എന്ന് പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ അപ്ഡേറ്റ്, ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനും യുവതാരവുമായ ഡൊമിനിക് മിസ്റ്റീരിയോ ഇന്നലെ ട്രിപ്പിൾ എ എന്ന കമ്പനി നടത്തിയ വീക്ക്ലി എപ്പിസോഡിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വെറുതെ ഒരു അപ്പിയറൻസ് മാത്രമല്ല, അദ്ദേഹം ട്രിപ്പിൾ എയുടെ മെഗാ ചാമ്പ്യനായ ഹെൽ ഹിജോ ഡെൽ വൈക്കിംഗോ എന്ന് പറയുന്ന റെസ്ലറിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ WWE മെയിൻ റോസ്റ്ററിലുള്ള ഡ്രാഗൺ ലീയും ഇതേ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ലീയെയും ഡൊമിനിക് മിസ്റ്റീരിയോ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറും ഈ ഒരു ഷോയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊമിനിക് മിസ്റ്റീരിയോ ഈ ട്രിപ്പിൾ എയുടെ മെഗാ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റും കൂടി കാണിച്ചുകൊണ്ടാണ് ആ ഒരു ഭാഗങ്ങൾ അവസാനിക്കുന്നത്. അപ്പോൾ ഒരു യുവതാരമായിട്ട് WWE എത്തിയ ഡൊമിനിക് മിസ്റ്റീരിയോ മെക്സിക്കനിൽ പോയി ട്രിപ്പിൾ എ എന്ന് പറയുന്ന ഷോയിൽ പോയി മെഗാ ചാമ്പ്യനെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ വലിയൊരു എക്സ്പീരിയൻസ് നേടിയ ഒരു ടോപ്പ് റെസ്ലറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡൊമിനിക് മിസ്റ്റീരിയോയെ കൂടാതെ ട്രിപ്പിൾ മാനിയ എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ ഹെൽ ഇജോ ഡെൽ വൈക്കിംഗോ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഡ്രാഗൺ ലീ, എൽ ഗ്രാൻഡ് അമേരിക്കാനോ തുടങ്ങിയവർക്കെതിരെ ഒരു ഫേറ്റൽ ഫോർവേ മത്സരത്തിലാണ്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന് പറയുന്ന ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യന് ഒരേ സമയത്ത് ഓഗസ്റ്റിൽ നടക്കുന്ന 2 ചാമ്പ്യൻഷിപ്പും വിജയിക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. സമ്മർ സ്ലാമിൽ AJ സ്റ്റൈൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക്കിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് നടക്കുന്ന ട്രിപ്പിൾ മേനിയയിൽ ഈ ഫേറ്റൽ ഫോർവേയിൽ വിജയിച്ചാൽ ട്രിപ്പിൾ എയുടെ മെഗാ ചാമ്പ്യൻഷിപ്പും ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പും ഒരേ സമയം കൈവശം വെക്കാൻ സാധിക്കുന്ന ഒരു അപൂർവ നിമിഷമാണ് ലഭിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ അപ്ഡേറ്റ്, ഇന്നലെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് നടത്തിയ ജീവൻ ക്ലൈമാക്സ് എന്ന് പറയുന്ന ടൂർണമെൻറ്റിൻ്റെ ആദ്യ ഒരു മൊമെൻ്റായിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത് മരണപ്പെട്ട WWE ഹോൾ ഓഫ് ഫെയിമറായ ഹൾക്ക് ഹോഗനെ ഒരു ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. ന്യൂ ജപ്പാൻ റോസ്റ്ററിൻ്റെ എല്ലാ റെസ്ലേഴ്സും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ റിംഗ് സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ്
റെസ്ലിംഗിൽ ഹൾക്ക് ഹോഗൻ 90കളിൽ പോയിട്ട് മത്സരിച്ചിട്ടുണ്ട്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ആദ്യത്തെ IWGP വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും ഹൾക്ക് ഹോഗൻ എന്ന് പറയുന്ന താരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൾക്ക് ഹോഗൻ എന്ന് പറയുന്ന താരം കമ്പനിയെ സംബന്ധിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് അത് അനുസ്മരിക്കാതെ അവർക്കൊരിക്കലും ഒരു ഷോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്തായാലും ട്രിബ്യൂട്ട് ഷോ നൽകിക്കൊണ്ട് ഹൾക്ക് ഹോഗനെ ആദരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് മുൻ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ആൽബർട്ടോ ദെൽ റിയോ WWEയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. AAA എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്റ്റുള്ള റെസ്ലറായിരുന്നു ആൽബർട്ടോ ദെൽ റിയോ. AAA എന്ന് പറയുന്ന കമ്പനി WWE വാങ്ങിയത് കൊണ്ട് തന്നെ ആൽബർട്ടോ ദെൽ റിയോയുടെ കോൺട്രാക്റ്റും WWEയിലേക്ക് വരില്ലേ എന്നുള്ളതായിരുന്നു പലർക്കും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നേ ഞാൻ ഒരു അപ്ഡേറ്റിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആൽബർട്ടോ ദെൽ റിയോ നോക്കുമ്പോൾ WWE കോൺട്രാക്റ്റുള്ള ഒരു റെസ്ലറാണെന്ന് പറയാൻ സാധിക്കുമെങ്കിലും WWEന് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല ആൽബർട്ടോ ദെൽ റിയോ എന്ന് പറയുന്ന റെസ്ലറിനെ AAAയിൽ നിന്ന് ഡയറക്റ്റ് WWEയുടെ റോസ്റ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ AAAയുമായിട്ടുള്ള ആൽബർട്ടോ ദെൽ റിയോയുടെ കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കോൺട്രാക്റ്റ് മാത്രമല്ല, സ്റ്റോറി ലൈൻ പ്രകാരം ആൽബർട്ടോ ദെൽ റിയോ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഈ കമ്പനിയിൽ നിന്ന് പോകണം എന്നുള്ളൊരു രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ AAAയിൽ നിന്നുള്ള ആൽബർട്ടോ ദെൽ റിയോയുടെ എക്സിറ്റ് WWEയിലേക്കുള്ള ഒരു തിരിച്ചറിവിൻ്റെ വാതിൽ തുറക്കുന്നതാണോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ WWE മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടീമും ആൽബർട്ടോ ദെൽ റിയോയെ തിരികെ കൊണ്ടുവരാൻ നിലവിൽ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൽബർട്ടോ ദെൽ റിയോ ബാക്ക് സ്റ്റേജിൽ ഉണ്ടാക്കിയ വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയല്ല ആൽബർട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തെ കൊണ്ടുവന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ക്രിയേറ്റീവ് ടീം താല്പര്യപ്പെടുന്നില്ല, മാനേജ്മെൻറ്റിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആൽബർട്ടോ ദെൽ റിയോയുടെ WWEയിലേക്കുള്ള തിരിച്ചറിവിൻ്റെ വാതിലുകൾ ഇതോടുകൂടി അടഞ്ഞിരിക്കുന്നു. AAA എന്ന് പറയുന്ന കമ്പനി WWEന് കീഴിലാണെങ്കിലും ഇനി AAAയുടെ സ്റ്റോറി ലൈനിൽ ആൽബർട്ടോ ദെൽ റിയോയെ കാണാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.